ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുക്ക് വിത്ത് സ്തുതി. അപ്പോൾ ഇന്ന് നമുക്ക് കടലപ്പരിപ്പ് വെച്ചിട്ട് അടിപൊളി ഒരു സ്നാക്ക് തയ്യാറാക്കാം. 4 മണി ചായയുടെയൊക്കെ കൂടെ ഒരു അടിപൊളി ടേസ്റ്റി സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ 1 കപ്പ് കടലപ്പരിപ്പ് നല്ല രീതിയിലൊന്ന് വാഷ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇപ്പം വെള്ളത്തിലൊന്നും കുതിർത്ത് വെക്കാതെ കഴുകി എടുത്തിട്ടുള്ളതാണ് ഞാൻ ഈ കടലപ്പരിപ്പ്. അപ്പോൾ ഇനി നമുക്കിത് കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം. കുക്കറിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് ഇത് ഒരു 5-6 വിസിലടുപ്പിച്ച് ഒന്ന് വേകാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. അതൊന്ന് വെന്ത് വരുന്ന ടൈം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. 1 കപ്പ് ശർക്കര ഞാനൊരു 1/4 കപ്പ് വെള്ളത്തിലൊന്ന് ഉരുകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നല്ല രീതിയിലൊന്ന് ഉരുകി അരിച്ചെടുത്ത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമ്മളുടെ കടലപ്പരിപ്പ് ഇവിടെ നല്ല രീതിയിൽ കണ്ടോ വെന്ത് വന്നിട്ടുണ്ട്. കണ്ടോ, കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ നല്ലതുപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു തവിയോ വെല്ലം വെച്ച് നല്ല രീതിയിലൊന്ന് ഉടച്ചെടുക്കാം. ഇപ്പോൾ ഒന്ന് ഉടച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്കിത് സൈഡിലേക്ക് മാറ്റി വെക്കാം. അതിനുശേഷം ഞാൻ ഉരുക്കി അരിച്ചെടുത്ത ആ ഒരു ശർക്കര ഒരു പാനിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ ഇനി ഒരു 1/2 കപ്പോളമുള്ള ഫ്രഷ് നാളികേരം ചിരകിയതൊന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഉള്ള ചുക്ക് പൊടിച്ചതാണ്, അതുകൂടെ ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഞാനൊരു 1/2 ടീസ്പൂൺ തന്നെ ഏലക്ക പൊടിച്ചതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണോളം ഉള്ള നെയ്യും കൂടെ ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ നല്ല രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ എല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ആദ്യമേ തന്നെ വേവിച്ച് ഉടച്ച് വെച്ചിരുന്ന ആ ഒരു കടലപ്പരിപ്പില്ലേ, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഇതിലുള്ള വെള്ളമയമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണേ. അപ്പോൾ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഇപ്പോൾ ഇവിടെ കണ്ടോ നല്ല രീതിയിൽ നമ്മൾ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് നമ്മളുടെ കടലപ്പരിപ്പിൻ്റെ ആ ഒരു മിക്സ്. ഇനി നമുക്കിത് മതി. ഇനി നമുക്കിത് തണുക്കാനായിട്ട് സൈഡിലേക്ക് മാറ്റി വെക്കാം. അതിനുശേഷം ഇതിലേക്കുള്ള ഒരു ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 1/2 കപ്പോളം ഉള്ള മൈദ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണേ. അതിനുശേഷം ഒരു 2 ടേബിൾ സ്പൂണോളം അരിപ്പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതൊരു ബാറ്റർ ആക്കി എടുക്കണം. അത്യാവശ്യം കട്ടിയുള്ള നല്ലൊരു ബാറ്റർ ആക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ ഞാൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സൈഡിലേക്ക് മാറ്റി വെക്കാം. അതിനുശേഷം നമ്മൾ തണുക്കാൻ വെച്ചിരുന്ന ആ ഒരു കടലപ്പരിപ്പിൻ്റെ മിക്സ് ഇവിടെ തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ബോൾസ് ആക്കി എടുക്കാം. കണ്ടോ, ഇതേപോലെയുള്ള ഒരു ബോളാക്കി എടുത്തിട്ടുണ്ട്. ബാക്കി ഇരിക്കുന്ന എല്ലാം ഇതേപോലെ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ ബോൾസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമേ തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ആ ബാറ്റർ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം ഒരു ബോൾ എടുത്ത് ഇതിലേക്ക് നല്ല രീതിയിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. ഡിപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ എണ്ണയൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ചൂടായിരിക്കുന്ന എണ്ണയിലേക്ക് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം തിരിച്ചു മറിച്ചിട്ട് കൊടുത്ത് നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇപ്പോൾ ഇവിടെ നമ്മുടെ സ്നാക്ക് നല്ല രീതിയിലൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാൻ കണ്ടോ. നമ്മുടെ അടിപൊളിയായിട്ടുള്ള സ്നാക്കാണ് കടലപ്പരിപ്പ് വെച്ച് തയ്യാറാക്കാൻ പറ്റിയ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതേപോലെ ഒരു പുതുപുത്തൻ റെസിപ്പിയിലൂടെ കാണുന്നിടം വരെ ബൈ ബൈ, ടേക്ക് കെയർ.